ദേശീയ തലത്തിൽ കോൺഗ്രസിന് വർദ്ധിച്ചിട്ടുള്ളത്. എന്നാൽ 2% വോട്ട് വർദ്ധിച്ചപ്പോൾ 2004 തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോൺഗ്രസിന്റെ അംഗസംഖ്യയിൽ 60 എംപിമാരെ അധികം ഉണ്ടാക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു. ഇതിന്റെ ഫലമായി ദേശീയ തലത്തിൽ നേടിയിട്ടുള്ള വിജയം, UPA നേടിയിട്ടുള്ള വിജയം താൽക്കാലികമായ ഒരു വിജയം മാത്രമാണ്. ഈ പ്രവർത്തനത്തിൽ കോൺഗ്രസ് ഒരു മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തിയുള്ള പശ്ചിമ ബംഗാളിലും കേരളത്തിലും തിരിച്ചറിവുണ്ടായി എന്നത് വളരെ ഗൗരവപൂർവമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നയം കോൺഗ്രസിനെയും BJPയെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു കോൺഗ്രസ് ഇതര BJP ഇതര ബദൽ ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരണം എന്നതായിരുന്നു. എന്നാൽ ഈ മുദ്രാവാക്യം നടപ്പാക്കാൻ കഴിയുന്ന ഒരു മുദ്രാവാക്യമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ സൂക്ഷ്മമായി അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് ചെന്നെത്താൻ സാധിക്കും നിഗമനം.